ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാനൊരു ഫെയർ ഹൗസൊക്കെ ഉണ്ടാക്കുന്ന ഒരു ആഗ്രഹം. നമ്മൾ വാളിലായിട്ട് വലിയ സാധനം ഉണ്ടാക്കില്ല, ഇത് മാത്രമേ. അല്ലാതെ ഡെസ്കിലൊക്കെ ആയിട്ടാണ് ഞാനെല്ലാം എടുക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നമുക്ക് വാളിലും കൂടെ സംഭവമൊക്കെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യാം. അതിനായിട്ട് സ്റ്റിക്കേഴ്സൊക്കെ വേണം. പിന്നെ എനിക്ക് സ്റ്റിക്കേഴ്സ് ഇല്ല, അപ്പം ഞാൻ സ്റ്റിക്കേഴ്സ് ഇല്ലാതെ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. തന്നെ ഇച്ചിരി സെൻറ്റിമീറ്റർ കാർഡ്ബോർഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ കാർഡ്ബോർഡ് പീസില്ല. കാർഡ്ബോർഡ് ഉള്ളത് ഇങ്ങനത്തെ വാളിലും ഇതാണ്. ഈ കാർഡ്ബോർഡ് വെറുതെ വേസ്റ്റാക്കി. പിന്നെ ഇവിടെ ആയിട്ട് എല്ലാ സാധനവും ഒന്നിച്ച് വെക്കാൻ വെച്ചു. പിന്നെ ബുക്ക് ഹോൾഡറും അതൊക്കെ കാർഡ്ബോർഡൊക്കെ. ഇതാണ്ട് ഇങ്ങനത്തെ ഒരു ഷീറ്റ് എടുക്കട്ടെ. അതാണ് ഇങ്ങനെ നമുക്കൊന്ന് മടക്കി കൊടുക്കണം. എനിക്കൊരു ഇങ്ങനെ കെട്ടിക്കൊക്കെ കണ്ട ഇങ്ങനെ നോക്കിയിട്ട് ടേപ്പ് വെച്ചോ ഗമ്മ വെച്ചോ എന്താണ് വെച്ച് ഒക്കെ സൗകര്യം പോലെ ചെയ്യാം. ഒട്ടിക്കണം അതിൻ്റെ ഇച്ചിരി ടേപ്പ് എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നാലെണ്ണല്ല ഇതിൻ്റെ ഇനി ഒന്നും കൂടെ ഉണ്ടാക്കണം. ഓക്കെ ഗൈസ്, അപ്പം ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു ഷീറ്റ് കിട്ടത്തില്ല. ഇതൊന്നും എടുത്തു ഇതൊന്നെടുത്തു. ഒന്നിൻ്റെ പകുതിയായിട്ട് ഇത് മാറ്റി വെക്കണം. പിന്നെ രണ്ടാമത്തേൻ്റെ പകുതിയാണ് ഇത്. ഈ പകുതിനെ ഞാൻ നടുക്കൂടെ കട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനത്തെ 2 പീസസ് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ദാണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. കണ്ടോ, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇത് രണ്ടും എടുക്കാം. ഓക്കെ ഗൈസ്, അങ്ങനത്തെ രണ്ടെണ്ണം ഇങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം എടുത്ത ഈ രണ്ടെണ്ണം ഇനി നമുക്ക് ഇങ്ങനത്തെ ഷീറ്റ് കുഞ്ഞാക്കിയിട്ട് സ്ട്രോ പോലെ ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കുക. കണ്ട ഇങ്ങനത്തെ സൈഡും വുഡ് ഉണ്ടാക്കി അതാട്ടോ. എൻ്റെ കയ്യിൽ വുഡില്ല. വുഡ് എടുക്കാം, പക്ഷേ എന്തിനാ അകത്ത് വുഡൊക്കെ വെക്കുന്നത്? ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അളിഞ്ഞു പോയി കൊണ്ട് ഞാൻ വെച്ച് എടുക്കണ്ടാവും. നമുക്ക് ടേപ്പൊക്കെ ഇങ്ങനെ തുറന്ന് എടുക്കണം. ഒരേ ലെങ്ത്ത് വരില്ല. ഇച്ചിരി സൈഡൊക്കെ ഇട്ടിട്ട് നമുക്ക് സൈഡൊക്കെ അല്ല ഇച്ചിരി ലുക്കൊക്കെ നോക്കുമ്പോൾ ഇച്ചിരി വുഡിൻ്റെ ഇച്ചിരി വെള്ള വുഡെന്ന് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇങ്ങനത്തെ ഇച്ചിരി വലിയതൊക്കെ ഉണ്ടാക്കാം. സിമ്പിളല്ലേ ഇതൊക്കെ ഉണ്ടാക്കാൻ? ഞാൻ നിങ്ങളെ കാണിക്കാൻ സിമ്പിളൊക്കെ ചെയ്യും. എനിക്കും മിക്കവാറും സിമ്പിൾ വേണ്ടേ. തരുന്നതോ സൂപ്പറാകില്ല. ആയിട്ട് കടങ്ങത്തെ എൻ്റെ പലതായിട്ടുണ്ടാകും ഞാൻ ഉണ്ടാക്കിയിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അതിൻ്റെ പാർട്ട് റൂമല്ല പാർട്ടൊക്കെ കട്ട് ചെയ്ത് എടുത്തു. കട്ട് ചെയ്യാം. ഇതാണ് നമ്മൾക്ക് വുഡിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത്. പല ടൈപ്പിലാണ്. പിന്നെ ഇതാണ് നമ്മൾ വാളിൽ ഒട്ടിക്കുന്ന സാധനം. ആദ്യം തന്നെ ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് ഇതിങ്ങനെ ആയിട്ട് നമുക്ക് സ്മോൾ ഷീറ്റായി ചെയ്യാം. ഓക്കെ ഗൈസ്, താടൊക്കെ ഇങ്ങനത്തെ ഒന്ന് എടുത്തു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ കുഞ്ഞു സാധനങ്ങൾ ഒട്ടിക്കാം. ഒട്ടിച്ചിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ ഗൈസ്, ഫൈനലി കണ്ടിന്യൂച്ചത്. ഇനി ഇവിടെ ആയിട്ട് നമുക്ക് സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒട്ടിക്കാം. ഞാനിവിടെ ഫ്ലവേഴ്സ് ഒക്കെ എനിക്ക് ഒത്തിരി ഫ്ലവേഴ്സ് ഞാനിങ്ങനെ വലിയ കട്ടിങ് ചെയ്തു. എനിക്ക് കുറേ ഫ്ലവേഴ്സ് ആ ഫ്ലവറല്ല ഞാൻ ഉണ്ടാക്കിയ ഫ്ലവർ ഫുള്ളും ഫ്ലോപ്പായി പോയാണ്. അതിൽ കൂടെ ഒരു ഫ്ലോർ നോക്കില്ല. നമ്മൾ ഫെയറി ലൈറ്റിനകത്തും ഫെയർ ഹൗസിനകത്തും ഇത്രയും പൂക്കൾ തന്നെയാട്ടോ ഒട്ടിച്ചത്. അപ്പോൾ ഇത് പൂക്കളൊക്കെ ഒട്ടിച്ച് ഫൈനൽ ലുക്ക് കാണിക്കാം. ഓക്കെ ഗൈസ്, സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കില നല്ലത്. ഞാൻ ഇത് ചെയ്തിട്ടുള്ള ഒട്ടിച്ചിട്ട് പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു.
സൂപ്പർ സാധനം. നിങ്ങൾ ട്രൈ ചെയ്യണം. വീണ്ടുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ പെയിൻറ്റ് വേണമെങ്കിൽ അടിക്കാം, അല്ലെങ്കിൽ കളർ പേപ്പർ വേണമെങ്കിൽ അടിക്കാം. ഇതൊരു സൂപ്പർ സാധനമാണ്. എല്ലാവരും ചോദിച്ചാൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം. മറക്കല്ലേ.